നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവതിരുപ്പതി ക്ഷേത്രങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ പാണ്ഡ്യരാജ്യത്തിലെ 18 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ തിരുനെൽവേലിക്കടുത്ത് താമ്രപർണി നദിയുടെ ഇരു കരകളിലുമായി സ്ഥിതി ചെയ്യുന്ന 9 ക്ഷേത്രങ്ങളാണ് നവതിരുപ്പതികൾ എന്നറിയപ്പെടുന്നത്. ആദ്യ വീഡിയോയിൽ ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. നവഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ട ഈ വിഷ്ണു ക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ വിവിധ ഭാവങ്ങളിലും ഐതിഹ്യങ്ങളിലുമുള്ള പ്രതിഷ്ഠകളാണ്. 12 ആൾവാർമാരിൽ നമ്മ ആൾവാർ മംഗളശാസനം ചെയ്ത ക്ഷേത്രങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് നവഗ്രഹങ്ങളിൽ സൂര്യനുമായി ബന്ധപ്പെട്ട ശ്രീവൈകുണ്ഠം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു. ചതുർബാഹുവായി നിൽക്കുന്ന രീതിയിലുള്ള വിഗ്രഹമാണ് ശ്രീവൈകുണ്ഠം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. രണ്ടാമത്തേത് തിരുവരഗുണമങ്കൈ എന്ന ക്ഷേത്രമാണ്. നവഗ്രഹങ്ങളിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. വിജയാസന പെരുമാൾ എന്നാണ് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നത്. അനന്തന് മുകളിൽ ലക്ഷ്മി ദേവിക്കും ഭൂമിദേവിക്കുമൊപ്പം ഇരിക്കുന്ന രീതിയിലാണ് ഭഗവാനെ നമുക്കിവിടെ ദർശിക്കാൻ കഴിയുക. സാക്ഷാൽ തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശൻ്റെ അതേ രൂപം തന്നെ. ശ്രീവൈകുണ്ഠം ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം നാഥം എന്നും അറിയപ്പെടുന്നു. നത്തം എന്നാണ് പ്രാദേശികമായി ഇവിടെ അറിയപ്പെടുന്നത്. നത്തം കോവിൽ എന്ന് ചോദിച്ചാൽ ആളുകൾ വഴി പറഞ്ഞു തരും. ശ്രീവൈകുണ്ഠം ക്ഷേത്രത്തെ പോലെ അത്രയും വലിപ്പം ഈ ക്ഷേത്രത്തിനില്ല. ഒരു കൊച്ചു ക്ഷേത്രം. ക്ഷേത്രത്തിന് ചുറ്റും ഉയർന്ന വലിയ കരിങ്കൽ ഭിത്തിയുണ്ട്. 5 നിലകളിലായുള്ള രാജഗോപുരം. മറ്റു ക്ഷേത്രങ്ങളിലേക്കുള്ള ദൂരവും മറ്റും കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുൻപിലായി 16 തൂണുകളിലായി കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരു മണ്ഡപം. ഈ തൂണുകളിൽ ഓരോന്നിലും ഓരോ ശില്പങ്ങളും കാണാം. അവയിൽ ചിലത് അംഗഭംഗം വന്ന നിലയിലുമാണ്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി വിശാലമായ നെൽവയലുകളുമൊക്കെയായി തനി തമിഴ്നാടൻ ഗ്രാമം. ക്ഷേത്രത്തിന് ചുറ്റും നിറയെ കരിമ്പനകളും വളർന്നു നിൽപ്പുണ്ട്. ഗോപുരത്തിന് മുൻപിൽ നിന്ന് ഒരു സ്ത്രീ കോലമിടുന്നുണ്ടായിരുന്നു. ഗോപുരവാതിൽ കടന്നാൽ വലിയ ബലിക്കല്ലും കൊടിമരവും ഉൾപ്പെടുന്ന മണ്ഡപം. അടുത്ത മണ്ഡപത്തിൽ ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഗരുഡൻ്റെ വിഗ്രഹം. കൊത്തുപണികൾ നിറഞ്ഞ 2 മണ്ഡപങ്ങൾ കൂടി കടന്നു വേണം ശ്രീകോവിലിന് മുൻപിലേക്കെത്താൻ. വിജയകോടി വിമാനത്തിന് താഴെ ശ്രീകോവിലിനുള്ളിൽ ലക്ഷ്മീദേവിക്കും ഭൂമിദേവിക്കുമൊപ്പം ആദിശേഷന് മുകളിൽ ശംഖും ചക്രവും താമരപ്പൂക്കളുമൊക്കെ കൈകളിൽ ധരിച്ച് അനന്തഫണങ്ങൾക്ക് താഴെ രാജാവിനെ പോലെ ഗംഭീരഭാവത്തിൽ വിജയാസന പെരുമാൾ ഇരുന്നരുളുന്നു. ഇവിടെ വിമാനം എന്നുദ്ദേശിച്ച ഒരു ഭാഗം ശ്രീകോവിലിന് മുകളിലെ ഗോപുരത്തിന് മുകളിലായിട്ടുള്ള ആ ഒരു കിരീടഭാഗത്തെയാണ്. അത് ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പേരുകളിലായിരിക്കാം ഈ വിമാനങ്ങൾ അറിയപ്പെടുന്നത്. സാളഗ്രാമശിലയിലുള്ള വിഗ്രഹമാണ്. ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ഇവിടെ വരഗുണമങ്കൈ തായാർ, വരഗുണവല്ലി തായാർ എന്നും അറിയപ്പെടുന്നു. മുൻവശത്തെ മുഖമണ്ഡപത്തിൽ ഉത്സവമൂർത്തിയുടെ ഒരു വിഗ്രഹവും കാണാം. ഭഗവാനെ തൊഴുത് ഒരു ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന് ശ്രീകോവിലിന് പ്രദക്ഷിണം വയ്ക്കാം. ഗംഭീര കൊത്തുപണികളോട് കൂടിയ ശ്രീകോവിലാണ്. ശ്രീകോവിലിന് മുമ്പിൽ വടക്കു ഭാഗത്തായി 12 ആൾവാർമാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതുകൂടാതെ മുൻവശത്തായി യോഗ നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ശ്രീകോവിൽ കൂടിയുണ്ട്. ഇവിടുത്തെ ഒരു ക്ഷേത്ര ഐതിഹ്യമനുസരിച്ച് മഹാവിഷ്ണുവിനെ കഠിന തപസ് അനുഷ്ഠിച്ച രോമേശ മഹർഷിക്ക് മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിതെന്ന് പറയുന്നു. മറ്റൊരൈതിഹ്യമനുസരിച്ച് വരഗുണമങ്കയിൽ തപസ്സനുഷ്ഠിച്ച വേദവിത്ത് എന്ന ബ്രാഹ്മണന് മുൻപിൽ മഹാവിഷ്ണു പ്രത്യക്ഷനാവുകയും വേദവിത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് മഹാവിഷ്ണു ഇവിടെ വിജയാസന പെരുമാളായി കുടികൊള്ളുകയും ചെയ്തു എന്നും ഐതിഹ്യം. വൈഷ്ണവ ആചാരമനുസരിച്ചുള്ള തെങ്കലേ വിഭാഗത്തിൻ്റെ പാരമ്പര്യങ്ങളും പഞ്ചരാത്ര ആഗമങ്ങളുമാണ് ഇവിടെ പിന്തുടരുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലും ഇതേ സമ്പ്രദായം തന്നെയാണ്.
പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലും ധാരാളം കൊത്തുപണികളും ശില്പങ്ങളും കാണാം. ക്ഷേത്രഗോപുരത്തിൻ്റെ പടിഞ്ഞാറേ ഭിത്തിയിൽ പൂർണ്ണത്രയീശ വിഗ്രഹത്തിന് സമാനമായ ഒരു ശില്പം കൊത്തിയിരിക്കുന്നതും കാണാം. இங்கே பெருமாளுடைய திருநாமம் விஜய் ஆசன பெருமாள். இந்த திவ்ய தேசம் பேர் வரகுணமங்கை. 108 திவ்ய தேசத்தில் இது 55வது திவ்ய தேசம். மூலவர் விஜயாசனன். விஜயாசனன்னா பொருள் வெற்றி. ஆதிசேஷன் மேலே வெற்றி ஆசனத்தில் ஒரு காலை மடக்கிண்டு ஒரு காலை தொங்க விட்டு ராஜ கம்பீரத்துடன் வெற்றியை தரக்கூடியவராக சிவசாதிக்கிறார். பெருமாளுக்கு வலது பக்கம் சேத்திர தாயார் வரகுணமங்கை. பெருமாளுக்கு இடது பக்கம் தாயார் வரகுணவள்ளி. ரெண்டு தாயாரும் பெருமாளை போலவே ஒரு காலை மடக்கிண்டு ஒரு காலை தொங்க விட்டு ஒரு கையால் நம்ம ஆக்வானகஸ்தம் இடது கையால் நம்ம பாபான் கூப்பிடுறமாதிரியும் வலது கையால் என் திருவடியை தஞ்சமடையும் சொல்கிறாராம். அதனால் பெருமாளுக்கு பரமபதநாதன் என்ற திருநாமமும் உண்டு. இங்கே உற்சவருடைய திருநாமம் நம்மாழ்வார் பாசுரம் சொல்கிறார். சங்கு வாள் வில் தண்டேந்தி எம் இடர்கடிவானே. பஞ்சாயுதத்தோடு காக்கக்கூடிய பெருமாளா. எம் இடர்கடிவானா நம்முடைய கஷ்டங்களை துன்பங்களை தீர்ப்பவன் என்று ஸ்ரீதேவி பூமிதேவி. நவகிரகத்தில் இது சந்திரனுக்கு அதிபதியாக சேத்திரம். சந்திரனுடைய ஸ்தேத்திரம். மூலவர் விமானம் விஜயகோடி விமானம். ஸ்தலவிருட்சம் விலாமரம். இங்கே பிரத்யட்சம் அக்னி பகவான் ரோமச முனிவர் சத்யவான் ஆகிய 3 பேருக்கும் இந்த ஸ்தலம் பிரத்யட்சம். இந்த ஸ்தலம் பாவ விமோச்சன ஸ்தலம் என்று கூறப்படுகிறது. எப்படின்னா முற்பிறவியில் ஒரு செய்த பாவத்தினால அவன் இப்பிறவியில் ஒரு மீனவனாக பிறப்பெடுக்கிறானா. இங்கே ரோமஸ் முனிவர் இங்கே வித்யாபால சிலை வைத்து வரும்போது பக்கத்தில் அந்த மீனை பிடிச்சிட்டு வரும்போது பாம்பு தீனி அவன் மோட்சத்தை அடைகிறான். அதை சிறுவர்கள்லாம் கேட்குறாள். ஒரு நாளைக்கு ஆயிரக்கணக்கான உயிரை கொள்றானே, அவனுக்கு மோட்சத்தை எடுக்கும்போது நம்ம எதுக்கு இதெல்லாம் பண்ணணும் அப்படின்னு கேட்கும்போது இந்த ரோமஸ் முனிவர் சொல்கிறான். நம்ம பிறவியில் செய்த ஒரே ஒரு பாவத்தினால இப்பிறவியில் இந்த செய்யக்கூடிய தொழிலை அவன் அடைந்தான். ஆனால் புண்ணியத்தின் பலன் இருக்கிறதுனால இப்பிறவியில் செய்த பாவத்தை போக்குறதுக்கு அந்த பகவான் அப்படி தீர்த்தமாக இருக்காரான். அங்கே தீர்த்தத்தில் அன்னன்னைக்கு அவன் தொழிலை செஞ்சுட்டு தீராடி இந்த பெருமாளை தரிசிக்கும் போது அன்னன்னைக்கு செய்த பாவம்லாம் விமோச்சனம் ஆகிடலாம். நம்மளை அறிஞ்சோ அறியாமல் செய்கிற பாவம் எல்லாம் போகக்கூடிய ஸ்தலம் பாவ விமோச்சன ஸ்தலம். விஜயம் என்றால் ஜெயம். நீங்கள் எடுக்கக்கூடிய எல்லா காரியமும் வெற்றி காணும் சொல்லி இந்த பெருமாளை பிரார்த்தனை பண்ணி இங்கே வரவாளுக்கு எல்லா காரியமும் சக்ஸஸாக முடிகிறது. இங்கே எதிர்த்தாப்பில் யோக நரசிவர் அடக்கிறோம் என்றார். அவருக்கு செவ்வாய்க்கிழமையில் நீராஜன தீபம் சொல்லக்கூடிய பச்சரிசி தேங்காயில் 7 வாரம் என்ன பிரார்த்தனை கல்யாணம் கலந்த பாக்கியம் தொழில் தடக்கல் எது இல்லாலும் அந்த 7 வாரம் ஏற்றினாலே காரியம் முடிஞ்கிறது. பிரார்த்தனை இருக்கிறவா அவசியம் வாங்கும். இந்த திவ்ய தேசத்தை விஜயத்தை பெற்று செல்லுங்கள். சமி, இந்த கோயிலுக்கு தியான ஸ்லோகம் சம்ஸ்கிருத தியான ஸ்லோகம் சொல்லுமா? இந்த கோயிலுக்கு சமஸ்கிருத தியான ஸ்லோகம் பார்த்தா விஜய ஆசன மந்திரம்னு சொல்லக்கூடியது. அது மட்டும் இல்லாமல் நம்மாழ்வார் பாசுரத்தை சொல்கிறதுனால 3 கோயில் அதான் பிரதானமாக சொல்கிறார். புளிங்குடி கிடந்து வரகுணமங்கையில் இருந்து வைகுண்டத்துள் நின்று தெளிந்த என் சிந்தை அகங்கலியாதே என்னையாழ்வா எனக்கருளி நலிந்த சீருலகம் மூன்றுடன் வியப்ப நாங்கள் கூத்தாடி நின்றார்கள் பழுகி நீர் முகிலின் பவளம் போய் கனிவாய் சிவப்பணி காணவாராயே சொல்லி சுவாமி நம்மாழ்வார் பாசுரம். ஆசன தியான ஸ்லோகம் இருக்குது. அது சமஸ்கிருதத்தில் உள்ளது. அதை மொழிபெயர்த்து சொல்லலை. വാമപാദം പ്രസാരിയ ആണോ സ്റ്റാർട്ടിങ്? அதான் വാമപാദം പ്രസാരിയ ആദ്യം ഇങ്ക ധ്യാനം. ധ്യാനം. അടുത്തതായി നമ്മൾ പോകുന്നത് തിരുപുളിയാങ്കുടി എന്നറിയപ്പെടുന്ന 3ാമത്തെ ക്ഷേത്രത്തിലേക്കാണ്. തിരുവരഗുണമങ്കയിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുകൂടി തന്നെയുള്ള റോഡിലൂടെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടതും. നവഗ്രഹങ്ങളിൽ ബുധൻ്റെ ഭാവമാണ് തിരുപുളിയാങ്കുടി ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രത്തിലേക്കുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന വഴിയും വളരെ മനോഹരമാണ്. മറ്റു 2 ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഉൾഗ്രാമത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ വയലിനു കരയിലുള്ള ക്ഷേത്രത്തിന് വടക്കുവശത്തായി മനോഹരമായൊരു കുളവുമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം. കുളത്തിന് നടുവിലായി ഒരു മണ്ഡപവും കാണാം. കുളത്തിന് ചുറ്റും പടവുകളൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുമുണ്ട്. കുളത്തിൻ്റെ കരയിലായി ഒരു വലിയ പേരാൽ നിറച്ചു വേരുകളും വള്ളികളുമൊക്കെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ കാണാം. പച്ച പുതച്ച് നിൽക്കുന്ന വയലുകളും അതിൻ്റെ കരയിലൊരു വലിയ കുളവും പുരാതന ക്ഷേത്രവും നിറയെ വൃക്ഷങ്ങളും പിന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്കും മതിലുകൾക്കും കുളത്തിൻ്റെ പടവുകൾക്കുമൊക്കെ അവരുടേതായ ഒരു പെയിൻറ്റിങ് രീതിയുണ്ടല്ലോ. ഒരു തനതായ ഗ്രാമീണ ഭംഗി കൊടുക്കുന്നതിൽ അതിന് വലിയൊരു പങ്കുണ്ട്. ഇവിടം ഫോട്ടോഷൂട്ടുകൾക്കൊക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണ്.
നമുക്കിനി ക്ഷേത്രവിശേഷങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഒരു വലിയ കരിങ്കൽ ഭിത്തിക്കുള്ളിൽ ഒതുങ്ങിയ ക്ഷേത്രം. ക്ഷേത്രത്തിന് മുൻവശത്തായി ഒരു ചെറിയ പരന്ന ഗോപുരമാണുള്ളത്. ഗോപുരവാതിൽ കടന്നു ചെല്ലുന്ന മണ്ഡപത്തിൽ കൊടിമരവും ബലിപീഠവും, അടുത്ത മണ്ഡപത്തിൽ ഗരുഡൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഗരുഡനെ തൊഴുത് അടുത്ത വാതിലിലൂടെ അടുത്ത മണ്ഡപത്തിലേക്ക് എന്നാൽ ശ്രീകോവിലിൻ്റെ മുൻപിലേക്കെത്താം. തിരുപ്പുളിയാങ്കുടി ഭൂമിപാലകർ പെരുമാൾ എന്നാണ് ഭഗവാനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ഇവിടെ മലർമല നാച്ചിയാർ, നിലമൽ നാച്ചിയാർ, പുളിയങ്കുടി വല്ലി എന്നൊക്കെ അറിയപ്പെടുന്നു. ഉത്സവമൂർത്തി കൈശിനവേന്ത പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാപാപം നീക്കിയ സ്ഥലമാണത്ര ഇത്. ഇവിടെ ഭഗവാനെ ഗംഭീരമായ അനന്തശയന രൂപത്തിലാണ് ദർശിക്കാൻ കഴിയുക. ഒറ്റ നോട്ടത്തിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം തന്നെയാണെന്ന് തോന്നും. കറുത്ത സാളഗ്രാമശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹവും നിർമ്മിച്ചിരിക്കുന്നത്. 12 അടിയോളം നീളമുള്ള വലിയ വിഗ്രഹമാണ്. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വരുന്ന താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിൻ്റെ രൂപമൊക്കെ നമുക്ക് എടുത്തു കാണാം. ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവിയുടെയും വിഗ്രഹങ്ങൾ നല്ല വലിപ്പമുള്ളതാണ്. ശ്രീകോവിലിൻ്റെ വാതിലിലൂടെ നോക്കിയാൽ പക്ഷേ ഭഗവാന്റെ രൂപം മുഴുവനായി നമുക്ക് ദർശിക്കാൻ കഴിയില്ല. ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്തായി ഭഗവാന്റെ പാദങ്ങൾക്ക് മുകൾ ഭാഗത്തായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ ഒരു ചെറിയ ജനൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഭഗവാന്റെ രൂപം മുഴുവനായി നമുക്ക് കണ്ടു തൊഴാനും സാധിക്കും. വടക്കുവശത്തായി 12 ആൾവാർമാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തെ ബന്ധിച്ചുള്ള ഐതിഹ്യവും രസകരമാണ്. ഒരിക്കൽ മഹാവിഷ്ണു ലക്ഷ്മീദേവിയുമൊത്ത് ഭൂമിയിലെത്തിയ സമയം ഇവിടെ ഈ പ്രദേശത്ത് താമരവർണ്ണി നദിക്കരയിൽ ഇരുവരും സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട നാരദൻ ഈ സംഭവം നേരെ ഭൂമിദേവിയുടെ അടുത്ത് പോയി പറഞ്ഞു. തന്നെ കൂടാതെ പോയതിനാലാവും. ഇത് കേട്ട ഭൂമിദേവിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. ഭൂമിദേവി വൈകുണ്ഠം വിട്ട് പാതാളത്തിലേക്ക് പോയി. ഭൂമിദേവിയുടെ കോപത്താൽ ലോകം മുഴുവനും വരണ്ടുണങ്ങി കുടിക്കാൻ ജലമില്ലാതെ ജീവികളൊക്കെ വിഷമിച്ചു തുടങ്ങി. ഇത് കണ്ട് ദേവന്മാരും ഋഷിമാരുമൊക്കെ ഭഗവാനെ കണ്ട് സങ്കടമുണ്ടെത്തിച്ചു. ഉടൻ തന്നെ ഭഗവാൻ ലക്ഷ്മീദേവിയെയും കൂട്ടി പാതാളത്തിലെത്തി ഭൂമിദേവിയെ കണ്ട് സമാധാനിപ്പിച്ചു. ദേവി വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. എന്നെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മീദേവിയും ദേവിയും തുല്യരാണ്. അതുകൊണ്ട് ദയവായി ദേവി കോപമടക്കണം. നിരപരാധികളായ ഭൂമിയിലെ ജീവികൾ ദേവിയുടെ കോപത്താൽ വിഷമിക്കുകയാണ്. ഭഗവാന്റെ വാക്കുകൾ കേട്ട ഭൂമിദേവിക്ക് സന്തോഷമായി. ഭഗവാന്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ഭൂമിയെ പഴയ അവസ്ഥയിലേക്ക് ആക്കുകയും ചെയ്തു. ഭൂമിദേവിയുടെ കോപം ഭഗവാൻ ഇപ്രകാരം ശമിപ്പിച്ചതിനാൽ ഭഗവാനെ ഇവിടെ ഭൂമിപാലക പെരുമാൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ദ്രനും വരുണനും നിർവൃതിയും യജ്ഞശർമ്മ എന്നൊരു ബ്രാഹ്മണനും രാമാനുജരുമൊക്കെ ഇവിടെ ഓരോ കാലങ്ങളിൽ തിരുപ്പുളിയാങ്കുടി പെരുമാളുടെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ പെരുമാളിന് വിശേഷപ്പെട്ട ഒരു വഴിപാടുമുണ്ട്. പെരുമാളിന് അപ്പം നിവേദിച്ച് സഹസ്രനാമാർച്ചന നടത്തി നാളികേരം പൊട്ടിച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അരിക്കിഴി കെട്ടി പെരുമാളിന് മുൻപിൽ കത്തിച്ചു വെച്ചാൽ വിവാഹ തടസ്സം മാറും എന്നും പറയപ്പെടുന്നു. അതായത് നമ്മുടെ നാട്ടിലെ നീരാഞ്ജനം എന്നു തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 4ാമതായി സന്ദർശിച്ച ക്ഷേത്രം പെരുങ്കുളം ശ്രീ ശ്രീനിവാസ പെരുമാൾ ക്ഷേത്രമാണ്. ശ്രീ മായക്കൂത്തർ ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു. തിരുപ്പുളിയാങ്കുടിയിൽ നിന്നും ഏതാണ്ട് 9 കിലോമീറ്റർ അകലെ പെരുങ്കുളം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പെരുങ്കുളം എന്ന സ്ഥലം പണ്ടുകാലത്ത് തിരുക്കുളന്തൈ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നവഗ്രഹങ്ങളിൽ ശനിദേവനുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴികളിലൂടെ പോയതുകൊണ്ടായിരിക്കും വളരെ ഇടുങ്ങിയ വഴികളിലൂടെയാണ് കൂടുതൽ ഭാഗവും പോയത്. ഇടയ്ക്ക് പാടത്തിന് നടുവിലൂടെയുള്ള റോഡ് എന്ന് പറയാമെന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളിലൂടെയും പോയി. പക്ഷേ വളരെ ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളായിരുന്നു. അതെല്ലാം ഇടുങ്ങിയ വഴികളുമാണ്. ചില സ്ഥലങ്ങളിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. നാൽക്കാലികളും കുട്ടികളുമൊക്കെ വഴിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മുമ്പിൽ വരാം. നമ്മളതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോവുകയും വേണം. ഇടയ്ക്ക് വെച്ച് റോഡിൽ കുറച്ചു നേരം ബ്ലോക്ക് കിട്ടി. 1-2 പേരെ മാലയൊക്കെ ഇടുവിച്ച് ബാൻഡ് മേളങ്ങളും ഡാൻസുമൊക്കെയായി ആകെ ബഹളം. വണ്ടിയിൽ കേരള ബോർഡ് കണ്ട് ചിലർ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കി സൗഹൃദഭാവത്തിൽ കൈവീശി കാണിച്ച് അവരുടെ ആ ബഹളം ആസ്വദിക്കുന്നത് പോലെ കാണിച്ചതുകൊണ്ട് അവർക്കും സന്തോഷമായി. സത്യത്തിൽ ഒരു വെയിലത്ത് അരമണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നാലുണ്ടാവുന്ന അവസ്ഥ എന്താണ്? പ്രതികരിക്കാതിരുന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് പോവാം.
അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് മുൻപിലേക്കെത്തി. താമ്രവർണി നദിയുടെ വടക്കേക്കരയിൽ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലായുള്ള രാജഗോപുരം. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ചെന്നാൽ പതിവ് പോലെ ആദ്യ മണ്ഡപത്തിൽ ബലിപീഠവും കൊടിമരവും, അടുത്തത് ഗരുഡൻ്റെ മണ്ഡപം. ഗരുഡനെ തൊഴുത് അടുത്ത മണ്ഡപത്തിലേക്ക് എന്നാൽ ശ്രീകോവിലിൻ്റെ മുൻപിലേക്കെത്താം. ഇവിടെ ഭഗവാൻ വെങ്കടവാണൻ എന്ന പേരിലും അറിയപ്പെടുന്നു. തിരുപ്പതിയോട് സാദൃശ്യമുള്ള വിഗ്രഹമായതിനാൽ ഭഗവാൻ ഇവിടെ ശ്രീനിവാസ പെരുമാൾ എന്നറിയപ്പെടുന്നു. ചതുർബാഹുവായി നിൽക്കുന്ന രീതിയിലുള്ള വിഗ്രഹമാണിത്. ലക്ഷ്മി ദേവിയെ നെഞ്ചിലേറ്റി നിൽക്കുന്ന ഭാവം. ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും അലമേലുമങ്കൈ കുളന്തൈ വല്ലി എന്ന പേരിലും അറിയപ്പെടുന്നു. നവഗ്രഹങ്ങളിൽ ശനിയുടെ ഒരു ഭാവമാണ് ഈ ക്ഷേത്രത്തിന്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങൾക്ക് പ്രത്യേകം പ്രതിഷ്ഠയുള്ളത് ഇവിടെ മാത്രമാണ്. ഇവിടുത്തെ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്. ഇവിടെ പണ്ടുകാലത്ത് വേദശരൺ, കുമുദവല്ലി എന്നിങ്ങനെ വിഷ്ണുഭക്തരായ 2 ദമ്പതികളുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് നാളുകളായിട്ടും സന്താനഭാഗ്യം ലഭിക്കാതെ ദുഃഖിതരായ ഇവരുടെ പ്രാർത്ഥനയിൽ മനമലിഞ്ഞ ഭഗവാൻ ലക്ഷ്മി ദേവിയോട് അവരുടെ മകളായി ഭൂമിയിൽ പോയി ജനിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അധികം വൈകാതെ തന്നെ കുമുദവല്ലി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. പെൺകുഞ്ഞായതിനാൽ ദമ്പതികൾ ആ കുട്ടിക്ക് കമലാവതി എന്ന് പേരുമിട്ടു. കുട്ടിക്ക് പ്രായപൂർത്തിയായ കാലം മുതൽ മാതാപിതാക്കൾ വിവാഹാലോചന തുടങ്ങിയെങ്കിലും കമലാവതി സമ്മതിച്ചില്ല. അവൾക്ക് മഹാവിഷ്ണുവിനെ തന്നെ ഭർത്താവായി വേണമെന്ന ആഗ്രഹമായിരുന്നു. അതിനായി അവൾ നിത്യവും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നു. കാലം കടന്നുപോയി. ഒരിക്കൽ കൂട്ടുകാർക്കൊപ്പം ഒരു കുളത്തിൽ നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ മറ്റൊരു രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും കൂട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. പരിഭ്രാന്തരായ കൂട്ടുകാർ കമലാവതിയുടെ മാതാപിതാക്കളെയും നാട്ടുകാരെയുമൊക്കെ വിവരമറിയിച്ചു. കമലാവതിക്കായി തിരച്ചിൽ നടക്കുന്ന സമയം അവിടെ പെട്ടെന്നൊരു അശരീരി ഉണ്ടായി. കമലാവതിക്കായി ഇനി തിരയേണ്ടെന്നും സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ് വേദശരൻ്റെയും കുമുദവല്ലിയുടെയും മകളായി ജനിച്ചതെന്നും ഇപ്പോൾ ദേവിക്ക് തന്നോട് ചേരാനുള്ള സമയമായെന്നും അറിയിച്ചു. ഇത് കേട്ട് സന്തുഷ്ടരായ വേദശരണും കുമുദവല്ലിയും നാട്ടുകാരുമൊക്കെ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പ്രദേശം തിരുക്കുളന്തൈ എന്നും അറിയപ്പെട്ടു. ഭഗവാൻ ലക്ഷ്മി ദേവിക്കൊപ്പം അവിടെ കുടികൊള്ളുകയും ചെയ്തു. ഇതാണ് ഒരു ഐതിഹ്യം. கோயில் பேர் திருக்குழந்தைன்னு பேர் சமஸ்கிருதத்தில். இப்போது ஊர் பேர் பெருங்குளம்னு இருக்குது. பெரிய குளம் பக்கத்தில் இருக்கிறதுனால. மூலவர் பேர் வேங்கடவாணன், ஸ்ரீனிவாச பெருமாள். பெருமாள் மார்பிலேயே தாயார் இருக்காங்க. தனி கோயில் தாயார் சொன்னது கிடையாது. உற்சவர் பேர் சோரநாட்டியன் சமஸ்கிருதத்தில். தமிழில் மாயக்கூத்தர். தாயார் குழந்தைவல்லி அலமேலுமங்கை. நவ திருப்பதியில் இது 6வது கோவில். 108 திவ்ய தேசங்களில் 56வது திவ்ய தேசம். நம்மாழ்வார் மங்களாசாசனம் பண்ணியிருக்கார். ஒரே ஒரு பாட்டு தான். கூடச் சென்றேன் இனியேன் கொடுக்கேன் கோல்வளை நெஞ்ச தொடக்கமெல்லாம் பாடற்கொடிய இழந்து வைகள் பல்லுளையார் முன்றுசலைந்தேன் மாடக் கொடிமதில் தென்குழந்தை வன்குடவாள் என்ற மாயக்கூத்தர் ஆடல் பறவை வெல்போல் உயர்த்த ஆலி உலவனை ആദരിക്കുന്നു சொல்லி. ക്ഷേത്രത്തെ ബന്ധിച്ച് കഥകൾ വീണ്ടും ഒരുപാടുണ്ടെങ്കിലും ഇനിയും മറ്റു ക്ഷേത്രങ്ങളിൽ കൂടി പോകാനുള്ളതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഒരു ആൽത്തറയിൽ കുറച്ച് പ്രത്യേകതകളുള്ള നാഗവിഗ്രഹങ്ങളും കണ്ടു. നാഗവിഗ്രഹങ്ങളോടൊപ്പം ശ്രീകൃഷ്ണനും കാളിയമർദ്ദനവും ഗണപതിയും മറ്റു മൂർത്തികളുമൊക്കെ അങ്ങനെ. രാവിലെ ഒരു 7 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4:15 മുതൽ 7:30 വരെയുമാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നട തുറന്നിരിക്കുന്ന സമയം. നവതിരുപ്പതി ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്തുന്നവർ തലേദിവസം വൈകുന്നേരം തന്നെ ശ്രീവൈകുണ്ഠം ടൗണിലെത്തി അവിടെ റൂം എടുക്കുന്നതാവും നല്ലത്. അവിടെയാണ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ. നവതിരുപ്പതി ക്ഷേത്രങ്ങളിൽ ശ്രീവൈകുണ്ഠം, തിരുവരഗുണമങ്കൈ, തിരുപുളിയാങ്കുടി, പെരുങ്കുളം എന്നിങ്ങനെ 4 ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളാണ് ഈ കഴിഞ്ഞ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ബാക്കി ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളുമായി വരും അധ്യായങ്ങളിൽ കാണാം.